ഒരുപാട് വർഷമായിട്ടുള്ള ഗോഡൗണാണ്. കൂടുതൽ ഇത് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെയാണ്. ഫ്രിഡ്ജ് എല്ലാ സാധനവും ഉണ്ട്. ഫ്രിഡ്ജ് ഇതുണ്ടല്ലേ, ഇഷ്ടംമാതിരി ഫ്രിഡ്ജ്, പഴയ ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കുറ്റികളൊക്കെ എളുപ്പമുണ്ടായിരുന്നു. ഗ്യാസ് കുറ്റി കുറച്ച് നേരം മുമ്പ് പൊട്ടിയത് ഒരു ഗ്യാസ് കുറ്റി. ആരുടെ ഗോഡൗൺ? ആള് ഇവിടെ ഇപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട് പുള്ളി. ഇവിടെ ഒരു ആക്രിക്കട, സെക്കൻഡ് ആക്രിക്കട നടത്തുന്നുണ്ട്. അവരുടെ സ്ഥാപനമാണ്. അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യും. അവിടുന്ന് സാധനം മൊത്തത്തിൽ എല്ലാം ആയിട്ട് കൊടുക്കും. സേഫ്റ്റി ഇല്ല. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. ആക്രി ഗോഡൗൺ ആണ്. ആക്രി കട തൊട്ടടുത്തുണ്ട്. അവിടെ നിന്നുള്ള ശേഖരിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഗോഡൗൺ ആണ്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. അവിടെയാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. എറണാകുളം കാക്കനാട് വാഴക്കാലയിലാണ് ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ. ഒരു വീടിൻ്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വീടിനോട് ചേർന്ന് വലിയ തോതിൽ അഗ്നി ആളിപ്പടർന്നു. കുറേ നേരമായി അവിടെ പരിശ്രമിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ നിയന്ത്രണ വിധേയമാക്കാൻ. പക്ഷേ വീണ്ടും തൊട്ടടുത്ത് വീണ്ടും തീ ആളിപ്പടരുന്നതും പുക വീരുന്നതും നമ്മൾ കാണുന്നുണ്ട്. സമീപത്ത് ഫ്ളാറ്റ് സമുച്ചയം ഉൾപ്പെടെയുണ്ട്. നിരവധി വീടുകളുണ്ട്. ജനവാസ മേഖലയാണ്. അവിടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഒരു ഭാഗത്ത് ഒഴിഞ്ഞ പ്രദേശമാണെങ്കിലും മറുഭാഗം നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിനിൽ, ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമാകുന്നുണ്ടോ? രതീഷ്, ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ അടക്കമുള്ളതാണ് കൂടുതലായിട്ടുമുള്ളത്. അതായത് ഫ്രിഡ്ജിനകത്ത് ഈ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസുലേഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ കത്തി അമർന്ന് കരിക്കട്ട പോലെ പുക പുറത്തേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ വലിയ ദുർഗന്ധമാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകളടക്കം ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. പ്രദേശവാസികളോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഒരു മണിക്കൂറിലേറെ ആയിട്ടുള്ള ഒരു തീപിടുത്തം. ഒരു മണിക്കൂറായിരുന്നു. എത്ര കാലമായിട്ട് ഈ ഗോഡൗൺ പ്രവർത്തിക്കും? ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും. ഇത് എവിടെയുള്ള ആളുടെ ഗോഡൗണാണ്? അത് കൃത്യമായിട്ട് അറിയില്ല. കൂടുതൽ സാധനങ്ങളും ഈ സാധനം ഒതുങ്ങിയിരിക്കുന്ന കാരണം അതിന്റെ ഫ്രണ്ടിലുള്ള ഇങ്ങോട്ട് കയറി വരുന്നില്ലേ, ആ കയറി വരുന്ന വഴിക്കുള്ളത് ഇവരുടെയാണ് എന്നാണ് പറയുന്നത്. നമ്മളിതിന്റെ തൊട്ട് പുറകെ തന്നെ താമസിക്കുന്നത്. പക്ഷേ പുക കണ്ടപ്പോൾ ഓടിക്കൂടി വന്നാ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. ഫയർഫോഴ്സ് നമ്മൾ ഓടുന്ന പുറകെ ആൾക്കാർ ഓടുന്നു, എല്ലാവരും വന്നു. ഇവിടെ ആളപായമില്ല. അത് കേട്ടപ്പോൾ തന്നെ പകുതി സമാധാനമുണ്ട്. അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തി. ഇപ്പോൾ ഒരു മണിക്കൂറിന് മേലെയായി ഇപ്പോൾ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിവിടെ വന്നപ്പോഴും നമ്മുടെ മുന്നിലും ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സിന് ഇങ്ങോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം ഒരുക്കി പിടിച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം തികയാത്ത പ്രശ്നങ്ങൾ വന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. കുറേ ഇത് തന്നെ സാധനങ്ങൾ, ഈ പഴയ ഫ്രിഡ്ജുകൾ, പിന്നെ വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട ചെരുപ്പ്, പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു ഉപകരണങ്ങൾ, അതായത് മറ്റേ കൊട്ട, കസാരകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നു, ആവശ്യക്കാർക്ക് ഉപയോഗമുള്ള മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് തൊട്ടപ്പുറത്ത് ഷോപ്പുണ്ട് അവിടെ. അപ്പോൾ അവിടെ അത് സെയിൽ ഉണ്ട്. ഇവിടെ ബാക്കിയുള്ള സാധനം ഇവിടെ ഡബ് ചെയ്യും. ഒത്തിരി പഴയ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്ത്. നമ്മളിവിടെ വന്ന സമയത്ത് വലിയ ശബ്ദത്തോടു കൂടിയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഇത് ഏതാണ്ട് ഒരു മണിക്കൂറായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തീയായിരുന്നു. വന്നിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളൂടെ ഓടി എത്തിയപ്പോൾ പിന്നെ ഗ്യാസ് പോലത്തെ സാധനം പൊട്ടി മുകളിലേക്ക് തെറിക്കുന്നുണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കൊക്കെ ഉണ്ടാവും. ഇവിടെ തീ സ്പ്രെഡ് ആകാൻ വലിയ ടൈം വേണ്ട കിടക്കൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതൊരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അത്രയും ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് കൂട്ടിയിട്ടത്. ഇങ്ങനെ ഇത് കൂട്ടിയിട്ടാൽ തന്നെ ഇതിന് തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പാർക്ക് അയക്കണത് ഇത് ബിൽഡിംഗ് ചെയ്തപ്പോൾ എന്തോ ചെയ്തപ്പോൾ സ്പാർക്ക് അയക്കണത് അങ്ങനെ അങ്ങോട്ട് അവർ പറയണത്. ഇനി പറയാൻ പറ്റില്ല, വല്ല ഹിന്ദിക്കാരെ വല്ല ബീഡി വിളിച്ചിട്ടൊന്നും പറയാനും പറ്റില്ല. ബിൽഡിംഗ് ഒക്കെ ഇവിടെ ഇതുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ സാധനങ്ങൾ കട്ട് ചെയ്യണ ഇതൊക്കെ ഉണ്ട്. പിന്നെ പല പല വേസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവർക്കും. അതായത് ഇവിടെ ഓരോ ചെറിയ ഇട്ടൊക്കെ കെട്ടി അതിൽ ഇത് ആക്രി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാം അവർക്ക് സെക്കൻഡ് സൈഡ് കടയുണ്ട്. അവിടെ കൊണ്ടുപോയി വയ്ക്കും. കുറേ കയറിപ്പോവും. പിന്നെ വേസ്റ്റുകളുണ്ട്. വേസ്റ്റുകളാണ് മെയിൻ. അതായത് വേസ്റ്റ് ബോർഡ്, ഈ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ ഈ കൂളിങ്ങിനുള്ള ഇൻസുലേഷൻ ഒക്കെ കംപ്രസറൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അതാണ് സൗണ്ട് കേൾക്കുന്നത്. ഡെമ്മികളുണ്ടല്ലോ, ഈ എക്സിബിഷനും അതിനൊക്കെ വേസ്റ്റിന് ഡെമ്മികളൊക്കെ എല്ലാം കൊണ്ടുവന്ന് കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുക. ഇവിടെ സേഫ്റ്റി ഇല്ല, അതാണ് മെയിൻ. നാശനഷ്ടം സംഭവിച്ചിട്ടില്ല കേട്ടോ. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് വീടുകൾക്കൊന്നും വലിയ കാര്യപ്പെട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ഈ സ്പോട്ട് മാത്രം കത്തിയിട്ടുള്ളൂ.
രതീഷ്, ഈ നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. അതായത് കൃത്യമായ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കലൂര് ഭാഗത്ത്, അതായത് സൗത്തിലൊക്കെ ഇതുപോലെ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെയും ഇത് തന്നെയായിരുന്നു കാഴ്ച. അതായത് ഇതിന് ആവശ്യമായ ഇത്തരത്തിലൊരു ഗോഡൌൺ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഫയർ സേഫ്റ്റി കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആക്രി ഗോഡൌൺ ആയിരുന്നു. അപ്പൊ ഫ്രിഡ്ജിന്റെ കംപ്രസർ, ഗ്യാസ് കുറ്റികൾ ഇതൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വീടുകളിലേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം.